വളരെ ആശങ്കയുണ്ടാവുന്ന നടപടികളാണ് CPM-ൻ്റെയും പോലീസിൻ്റെയും ഭാഗത്തുണ്ടാവുന്നത്. ഇപ്പോൾ പേരാമ്പ്ര കോളേജിലെ കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ ചെയർമാൻ ഉൾപ്പെടെ 5 സീറ്റുകളിൽ KSU MSF സഖ്യം വിജയിച്ചതിനെ തുടർന്നാണ് CKG കോളേജിൽ സംഘർഷം ഉണ്ടാവും. ഈ കോളേജിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് ശ്രീ K. കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് അന്ന് പേരാമ്പ്ര MLA ആയിരുന്ന ഡോക്ടർ അടിയോടി, അദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്നു. അദ്ദേഹമാണ് ആദ്യമായിട്ട് കോളേജ് അനുവദിക്കുന്നത്. K. കരുണാകരൻ രാഷ്ട്രീയ ഗുരുനാഥനായ CKGയുടെ നാമധേയത്തിലാണ് ആ കോളേജ് തുടങ്ങിയത്. പക്ഷേ പിന്നീട് ആ കോളേജ് പൂർണ്ണമായിട്ടും SFIയുടെ നിയന്ത്രണത്തിലായി. ഞാൻ 2019 സ്ഥാനാർത്ഥിയായി വോട്ട് ചോദിക്കാൻ വേണ്ടി ആ കോളേജിൻ്റെ പുറത്ത് വന്നപ്പോൾ, അകത്ത് കയറുന്നില്ല, പുറത്ത് നിന്ന സമയത്ത് അന്ന് എന്നെ ആക്രമിക്കാൻ വന്നത് ഇലക്ഷൻ കാലത്തിൽ ചർച്ചയായി. ഞാൻ പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോരുകയാണുണ്ടായി. അതിനുശേഷം പേരാമ്പ്രയിൽ, പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ എനിക്ക് 13,000 വോട്ട് ലീഡാണ് പേരാമ്പ്ര അസംബ്ലി എനിക്ക് ലഭിച്ചത്. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ കാലത്ത് അന്ന് സംഘർഷം ഉണ്ടായിരുന്നു. ജയിച്ച ഞങ്ങളുടെ 2 പഞ്ചായത്ത് അംഗങ്ങളെ, ഒരാൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK രാഗേഷായി, ഈ 2 പേർക്കെതിരായിട്ടും ഇലക്ഷൻ കഴിഞ്ഞ് അന്ന് രാത്രി സംഘർഷത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് പഞ്ചായത്ത് ഭരണസമിതി ചാർജ് എടുക്കുമ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോലും അവരെ സമ്മതിച്ചില്ല. ആകെ ലീഗിൻ്റെ 2 വനിതാ മെമ്പർമാർ മാത്രമാണ് പ്രതിപക്ഷത്ത് നിന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ശരിക്കും 1 മാസം കഴിഞ്ഞിട്ടാണ് ഈ 2 ഞങ്ങളുടെ അംഗങ്ങളെ സത്യപ്രതിജ്ഞ ചെയ്യാൻ സമ്മതിച്ചത്. ഇപ്പോൾ പേരാമ്പ്ര ഒരവസ്ഥ, UDF ജയിക്കുമ്പോൾ ഇതുപോലെ ആലിളകുന്ന അവിടുത്തെ സ്ഥിരം പതിവാണ്. ഇവിടെ ഒരു കോളേജിൽ ഒരു ചെയർമാൻ സീറ്റ് ജയിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അനാവശ്യമായിട്ട് സംഘർഷം ഉണ്ടായി. ആ സംഘർഷമാണ് 11-ാം തീയതി ഹർത്താൽ നടത്താൻ UDF തീരുമാനിക്കുന്നത്. ഇവിടെ അന്നുണ്ടായ സംഭവം അത് വളരെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സാധാരണ ഹർത്താൽ നടത്തിയാൽ സ്വാഭാവികമായിട്ട് ഹർത്താൽ കഴിഞ്ഞാൽ ഒരു പ്രകടനം ഉണ്ടാവും. എല്ലാ ഹർത്താലിൻ്റെ കാലത്ത് ഹർത്താൽ നടത്തിയ പാർട്ടികൾ ചെയ്യാറുണ്ട്. ഇവിടെ സംഭവിച്ചത്, ഹർത്താൽ നടത്തിയ UDFന് ജാഥയ്ക്ക് പെർമിഷൻ കൊടുക്കുന്ന 6 മണിക്ക്, ഹർത്താലിനെ എതിർത്ത LDFന് ജാഥ നടത്താൻ പെർമിഷൻ കൊടുക്കുന്ന 5 മണി. 5 മണി വരെയാണ് ഹർത്താൽ. അവിടെ തന്നെ പോലീസിനെ പിഴച്ചു. സാധാരണ രീതിയിൽ ഹർത്താൽ നടത്തിയ കൂട്ടർക്ക് അന്ന് പെർമിഷൻ കൊടുക്കുകയും അതിന് വിരുദ്ധ അഭിപ്രായങ്ങളുള്ളവർക്ക് അടുത്ത ദിവസം പെർമിഷൻ കൊടുക്കാറാണ് പതിവ്. ഇത് ഹർത്താലിനെ എതിർക്കുന്നവർക്ക് ആദ്യം പെർമിഷൻ കൊടുത്ത് അനുകൂലിക്കുന്നവർക്ക് 1 മണിക്കൂർ കഴിഞ്ഞ് പെർമിഷൻ. എന്നിട്ട് 6 മണിക്ക് UDFൻ്റെ പ്രകടനം തുടങ്ങി ടൗണിലേക്ക് എത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്ന് പറയുകയാണ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ 50ഓളം പേർ സംഘടിച്ച് നിൽക്കുകയാണ്, അവരുടെ കയ്യിൽ പല മാരകായുധങ്ങളുണ്ട്, നിങ്ങൾ അങ്ങോട്ട് പോരുത്. സ്വാഭാവികമായിട്ടും UDF പ്രവർത്തകർക്ക് അവർ ക്ഷുഭിതരായി. നാദി കാണിച്ചതിന് ശരിയല്ല. ഇങ്ങനെ അവിടെ സംഘർഷം ഉണ്ടായപ്പോൾ ഇതറിഞ്ഞ DCC പ്രസിഡൻറ്റ് ശ്രീ പ്രവീൺ കുമാറും MP ഷാഫി പറമ്പിലും കൊയിലാണ്ടിയിൽ എൻ്റെ ഇന്നലത്തെ യാത്രയുടെ വിജയത്തിന് വേണ്ടിയുള്ള യോഗം കൂടുകയും, അപ്പോഴാണ് വാർത്ത എത്തുന്നത് അവിടെ ഇങ്ങനെ സംഘർഷമുണ്ട്. ഈ 2 പേരും അവിടെ സ്ഥലത്ത് വന്നു. പിന്നീടുണ്ടായ സംഭവങ്ങൾക്ക് നിങ്ങളും സാക്ഷിയാണ്.